മമ്മിയുടെ വീട്ടിൽ പോവാണ്. എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇന്ന് പിള്ളേരൊക്കെ ഉള്ള കാരണം എന്തെങ്കിലും സമാധാനമായിട്ട് സാവകാശം നമുക്ക് പോകാം. അപ്പോൾ ഇന്ന് സമയം എനിക്ക് തോന്നുന്നു 10:11 എങ്ങാണ്ടായി. രാവിലെ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് റെഡിയായത്. അപ്പോൾ ഇന്ന് പോകുന്ന വഴിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാവേ. കുഞ്ഞിപ്പെണ്ണി ഇങ്ങോട്ട് നോക്കിയേ, ടാറ്റ പറ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ ടാറ്റ പോയിട്ട് വരാവേ. അപ്പൊ ഞാൻ ഇനി എൻ്റെ വീട് കാണിച്ചു തന്നില്ല എന്ന് പരാതി പറയരുത്. ഇതാണ് ഞങ്ങളുടെ ഒരു കൊച്ചു സ്വർഗം കേട്ടോ. ഈ സ്വർഗത്തിൽ ഇപ്പം വല്ലോ നൂറ്റാണ്ടിലും വന്നൊന്ന് എത്തി നോക്കിയിട്ട് പോകേണ്ട അവസ്ഥയെ. അല്ലെങ്കിൽ നമ്മൾ കെട്ടിച്ചു വിട്ട പെൺപിള്ളേരുടെ എല്ലാ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ സ്വന്തം വീട്ടിലോട്ടെന്ന് പറഞ്ഞ് ഓടി വരുന്നത് വല്ലോ നൂറ്റാണ്ടിലൊക്കെ വന്നു എന്ന് പറയാം. ഒട്ടുമിക്ക ആൾക്കാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്താണേലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്കിതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ പിള്ളേരെ വീട്ടിലാക്കിയിട്ട് വന്നത് കൊണ്ടും സ്കൂളിൽ വിട്ടിട്ട് വന്നത് കാരണം വന്നതും പോയതും എല്ലാം ഒരേ സ്പീഡിൽ തന്നെയായിരുന്നു. ഇപ്രാവശ്യം രണ്ടുപേരും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. വീഡിയോസൊക്കെ എടുക്കണമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. പകുതി എത്തിയപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചുപെണ്ണിന് ഉറക്കം വരാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ വേഗം ഇങ്ങ് പോരുമായിരുന്നേ. ഇവിടെ പിന്നെ അങ്ങനെ കാണിക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു. പപ്പായ്ക്ക് ക്രാഫ്റ്റ് വർക്കും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു. അത് നിറച്ചിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പോൾ ഓരോരോ വീടുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ വിറ്റതൊന്നുമല്ല, ഓരോരുത്തരും ബന്ധുക്കാരൊക്കെ വരുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് എടുത്തിട്ട് പോകുന്നതാട്ടോ. അതൊക്കെ അവിടെ ഇരിക്കുന്നത് തന്നെ സന്തോഷം. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ നമ്മുടേതെന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഓരോരുത്തർക്ക് ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. ഇപ്പം അവസാനം അവശേഷിക്കുന്ന സാധനം എന്താ, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ വെയിലത്ത് വെച്ച് കളറൊക്കെ പോയി ആകെ അലങ്കോലമായി. ഇതുപോലുള്ള ഐറ്റംസ് നേരത്തെ ആയിരുന്നെങ്കിൽ നിറച്ചുണ്ടായിരുന്നു. കോവൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ തക്കാളി, വഴുതന, പച്ചമുളക്, വെണ്ടയ്ക്ക, പയറ് അങ്ങനെ നിറച്ചും ഉണ്ടായിരുന്നു. ഇപ്പം പൊതുവെ ചൂടായത് കാരണം അങ്ങനെ ഇങ്ങനെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ എല്ലാത്തിൻ്റെയും വാലും തലയൊക്കെ അവിടെ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. കോവൽ ഇപ്പോഴും ഉണ്ട്. അത് പിന്നെ ഞാൻ എപ്പോൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാലും 2-3 കിലോ കോവയ്ക്കായുമായിട്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെ കയറി ചെല്ലുമ്പം കാണുന്നത് ഈ സെറ്റിയിലാണ് ഞങ്ങൾ എല്ലാവരും കൂടുതൽ സമയം ഇരിക്കുന്നത് കേട്ടോ. അകത്തിരിക്കുന്നതിനേക്കാൾ കൂടുതലും പുറത്തതാ ഇവിടെയായിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ പിന്നെ നല്ല കാറ്റാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇവിടെ ഇരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു സ്വർഗം. ഇതാണ് ഒരു മുറിയെ. 3 മുറിയുണ്ട്. ഞാനിതിൽ 2 കാണിച്ചിട്ടുള്ളൂ. ഒരെണ്ണം കാണിക്കാൻ എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഈ കുറച്ച് മുമ്പ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ ഞാൻ അതെന്താ അത് എടുക്കാഞ്ഞത് എന്നുള്ള ബോധം വീണത് കേട്ടോ. എന്തോ എനിക്ക് തോന്നുന്നു ഞാൻ മമ്മിയുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ കാര്യം മറന്നു പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. അടുക്കളയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെറിയൊരു മുറിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അടുക്കള വരെ എത്തിയപ്പോൾ മമ്മിയായിട്ട് കത്തി വെച്ച് അവിടെ നിപ്പ് അവിടെ നിന്നെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഈ കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോസ് ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ, ചെറുക്കാപ്പിയുടെ, ക്രിസ്റ്റ പെണ്ണിൻ്റെ എല്ലാവരും ഇവിടെ നിരന്നിരിപ്പുണ്ട്. ഇതെല്ലാം എൻ്റെ പപ്പയുടെ കലാവിരുതുകളുടെയാണ് കേട്ടോ. പപ്പ ജോലി ചെയ്യുന്ന ദീപികയിലാണ്. അപ്പം ഇതാണ് 2ാമത്തെ മുറി. എൻ്റെ കുഞ്ഞിപ്പെണ്ണ് ഫുള്ള് തപ്പിപ്പെറുക്കുക. കുറച്ചായില്ല ഇങ്ങോട്ട് വന്നിട്ട്. കാരണം അവർക്ക് ഇവിടെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് അറിയാനായിട്ട് മൊത്തത്തിൽ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറുക്കൻ പിന്നെ വന്നു കേട്ടോ മമ്മിയുടെ ഫോണും എടുത്ത് അവിടെ കിടക്കാൻ തുടങ്ങി. ഇതാ മമ്മിയുടെ മാലയാണ്. മമ്മി കുളിക്കാൻ നേരം ഊരി അവിടെ വെച്ചിരുന്നു. അവളെ തപ്പി എടുത്തോണ്ട് വന്നതാ. അപ്പൊ അടുക്കളയിൽ നല്ല തകൃതിയായിട്ടുള്ള പരിപാടികൾ നടക്കുവാണ്. ചക്ക വറക്കുന്ന പരിപാടിക്കകത്താ കേട്ടോ മമ്മിയെ. ഈ ചക്ക സീസൺ കഴിയുന്നത് വരെ ഇവിടെ ചക്ക കൊണ്ടുള്ള ആറാട്ടായിരിക്കും. ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ എന്തെല്ലാം ചക്ക വിഭവങ്ങളുണ്ടെന്ന്.
പെണ്ണാണെ വന്നപ്പോൾ തൊട്ട് മുട്ടായി വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞോണ്ട് പുറകെ നടക്കുവാണ് മമ്മിയുടെ. എപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ മുട്ടായി ഉണ്ടെന്നൊക്കെ പറയുന്നത് കാരണം അവൾക്കറിയാതെ ഫ്രിഡ്ജിനകത്ത് എവിടെയെങ്കിലും കാണുമെന്ന്. മമ്മീനെ വീഡിയോ എടുക്കുന്നത് കാണിച്ചപ്പോൾ മമ്മി പറയും, എൻ്റെ ഈ കോലത്തിലാണോടി ഞാൻ കാണിക്കുന്നത്, ഞാനൊന്ന് ഒരുങ്ങിയിട്ടൊക്കെ വരട്ടെ എന്ന്. ഇതിനേക്കാളും വൃത്തികെട്ട കോലത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നെന്നുള്ളത് മമ്മിക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്ലാവ്. കണ്ടോ, ഇത് തീരുന്നത് വരെ ഇവിടെ ചക്കയോട് ചക്കയായിരിക്കും. അടുക്കള കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഉണ്ട് കേട്ടോ. അതാ അടുത്ത ചക്കയാണ് ഇത്. ഇത് ചക്ക വേവിക്കാനുള്ളതാ, അത് വറക്കാനായിട്ട്, ഇത് വേവിക്കാനായിട്ട്. ഇവിടെ പിന്നെ ഒരു കരിയില പോലും പപ്പ ഒരു പറമ്പിൽ ഇടത്തില്ല കേട്ടോ. എല്ലാം നീറ്റാക്കി തൂത്ത് വാരി വൃത്തിയാക്കി ഇടും. ഇവിടാണ് നേരെ ഓപ്പോസിറ്റ്, അവിടെ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. രാവിലെ എഴുന്നേറ്റ് പപ്പ എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി ഒരു സൈഡിലിട്ട് കത്തിച്ച് കളയുന്നത് വരെ അതിനൊരു സമാധാനമില്ല. പറമ്പിലൊന്നും നമ്മളെ കൊണ്ട് ഒരു വേസ്റ്റ് ഇടിക്കത്തില്ല കേട്ടോ. അപ്പൊ ഞാൻ വന്ന ഉടനെ ജ്യൂസ്, വന്നിട്ട് ഉടനെ എന്നല്ല, കുറച്ചു നേരമായി, ഒരു റൗണ്ട് ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞതാ. ഇത് അടുത്തതാണേ. പിന്നെ ഇങ്ങനെ വന്ന് വറുത്ത് വെച്ചിരിക്കുന്ന സാധനം ഇങ്ങനെ എടുത്തെടുത്ത് ഇടയ്ക്കൊന്ന് തിന്നിച്ച് ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഒന്ന് കറങ്ങി നടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നാലല്ലേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ജോലി ചെയ്യുന്നു, അവിടെ മമ്മി ജോലി ചെയ്യുന്നു, അത്ര വ്യത്യാസമൊക്കെ കേട്ടോ. എന്നാലും എത്ര വലുതായാലും നമുക്ക് പിള്ളേരുണ്ടായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പിള്ളേരാ. അതിപ്പോ എല്ലാ കെട്ടിച്ചു വിട്ട പെൺപിള്ളേരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പൊ ഇച്ചിരി നേരമൊക്കെ മമ്മിയായിട്ട് ഞാൻ കത്തി വെച്ച് അവിടെ ഇരുന്ന് അരിഞ്ഞൊക്കെ കൊടുത്ത് കുറച്ചു നേരമൊക്കെ നിന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് മമ്മി തന്നെ വറുത്തതും എടുത്തതും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു സ്ഥലം വരെ പോകണമായിരുന്നു. അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, ഞാൻ എവിടെയാണ് പോയതെന്നുള്ളതൊക്കെ കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണ് പോയത്, ആരെ കാണാനായിട്ടാണ് പോയത് എന്നൊക്കെ. ഞാൻ ഒരാളെ കാണാനായിട്ട് പോയതാണ്. അപ്പം ഞാൻ അതൊക്കെ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാവേ. കുറച്ച് നാൾ കൂടി ഒന്ന് വരുന്ന കാരണം കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുണ്ടായിരുന്നു. എന്ന് ഫോൺ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ അതൊരു വേറൊരു രീതിയാണേ. സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഈ വീട്ടിലോട് ഞങ്ങൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-2.5 വർഷം ആകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ വീട് വേറൊരെണ്ണമായിരുന്നു, നമ്മളത് വിറ്റിട്ട് ഇവിടേക്ക് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പൊ ഇച്ചിരി നേരമൊക്കെ മമ്മിയെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ദാ ചക്ക വറുത്തത്, പിന്നെ ചക്ക കുമ്പിളുണ്ടാക്കിയായിരുന്നേ. അപ്പൊ കുമ്പിളുണ്ട്, പിന്നെ ചക്ക വേവിച്ചതുണ്ട്, ചിക്കൻ കറിയുണ്ട്. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ചക്കപ്പരിപാടി തീരുന്നത് വരെ ഇത് ചക്ക കൊണ്ട് ആറാട്ടായിരിക്കും ഇവിടെ. അപ്പൊ ഇന്നത്തെ ചക്കക്കഥകൾ ഇവിടെ അവസാനിച്ചു കൊണ്ടു. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഓക്കെ സി യു. എല്ലാവരും വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പൊ ടാറ്റ ബൈ ബൈ. ഇത്രയൊക്കെ എൻ്റെ വിശേഷങ്ങളുള്ളൂ കേട്ടോ. ഇനി ഞാൻ പോയത് എവിടാന്ന് നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാവേ. ടാറ്റാ.